നമ്മളിന്നൊരു 3-day ട്രിപ്പ് പോവാം കേട്ടോ. ഹണ്ടിങ്ടണിൽ നിന്ന് വെയിൽസിന്. ഹണ്ടിങ്ടണിൽ നമ്മുടെ ചേച്ചി ഫാമിലിയുള്ള. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ പിള്ളേരെ സ്കൂൾ ഹോളിഡേ ടൈം നോക്കി നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ വെതറൊന്നും അത്ര ഫേവറബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോവാണ്. വെതർ വലിയ കുഴപ്പമില്ലാത്തൊരു സമയം നോക്കി ഇന്ന് പോവാം. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്നോഡോണിയാണ്. നമ്മളൊരു 6:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ സമയം നമ്മളൊരു 10:30 എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ പോകെ ബാക്കിയെല്ലാം കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇച്ചാനുണ്ട്, ഇച്ചാനാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഇതേ ബാക്കിലേക്ക് നമ്മുടെ ടുട്ടു, കുഞ്ഞാപ്പു, പൊന്നു ചേച്ചി, ഷീൻചേട്ടൻ എല്ലാവരും ബാക്കിലുണ്ട്. എല്ലാവരും കാഴ്ച കണ്ട് ആസ്വദിച്ചിരിക്കുക. അപ്പോൾ പോകെ ബാക്കി കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ലാൻബറസ് നോർത്ത് വെയിൽസിലെ സ്നോഡോണിയ നാഷണൽ പാർക്കിലെ ഒരു കുഞ്ഞു വില്ലേജാണ്. കുഞ്ഞു വില്ലേജാന്ന് പറഞ്ഞ കക്ഷീനെ അങ്ങനെ ചെറുതായി കാണാനൊന്നും പറ്റില്ല. അടിപൊളിയാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നോർത്ത് വെയിൽസിലെ. ഇവിടെയാണ് നമ്മുടെ സ്നോഡൺ മൗണ്ടൻ, അതായത് വെയിൽസിലെ ഏറ്റവും ബിഗസ്റ്റ് മൗണ്ടൻ. അതിൻ്റെ കാൽച്ചുവടം എന്നാണ് നമ്മുടെ ലാൻബറസ് അറിയപ്പെടുന്നത്. ഒരു സൈഡിൽ ഗ്ലേസിയേഴ്സ് കൊണ്ട് രൂപപ്പെട്ട നമ്മുടെ ലിൻപഡാൺ ലേക്കും അതിൻ്റെ എതിർവശത്ത് സ്നോഡൺ മൗണ്ടനുമാണ് ഈ ലാൻബറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ നോക്കിയാലും സീനറി എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സ്ഥലമാണ് ഈ ലാൻബറസ്. അവിടുത്തെ വീടുകളുടെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ഒരു പ്രത്യേക രീതിയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ ഇംഗ്ലണ്ടിൽ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അല്ല കേട്ടോ അവിടുത്തെ വീടുകളൊക്കെ. ഒരു പ്രത്യേക തരത്തിൽ നല്ല ഭംഗിയിൽ. ഞങ്ങൾ അവിടെ ആദ്യം പോയത് ലേക്ക് റെയിൽവേയിലാണ്. ഈ ലേക്ക് റെയിൽവേ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അഡൾട്ടിനും കിഡ്സിനും സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് മുകളിലേക്കാണ് കിഡ്സിന് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ നേരെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ട്രെയിനിൽ കയറി പോവുക ചെയ്തത്. ഈ ട്രെയിൻ ജേർണി ഒരു മണിക്കൂർ നേരത്തോളം ഉണ്ട്. ഒത്തിരി ഫാസ്റ്റായിട്ടൊന്നുമല്ല. നമ്മുടെ പഴയ കൽക്കരി തീവണ്ടിയില്ലേ, പതുക്കെയാണ് പോകുന്നത്. അത് ഈ ലിൻപഡാൺ ലേക്കിൻ്റെ ഒരു സൈഡിൽ ഈ ലേക്കും ഒരു സൈഡിൽ ഫോറസ്റ്റും ആട്ടോ. അപ്പം നമ്മൾക്ക് ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പഴയ കൽക്കരി തീവണ്ടി. ഇതിൻ്റെ സൈഡിൽ ലേക്കിൽ പലരും കയാക്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തും. ഒരു 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ കൽക്കരിയുടെ ഇത് ഫില്ല് ചെയ്യാനും, ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ ഇറങ്ങി അവിടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ ഈ സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇറങ്ങി ഇവിടെ ഒന്ന് നടന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോയി. നമുക്ക് സമയക്കുറവായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ല. നമ്മൾ ആ ട്രെയിനിൽ തന്നെ തിരിച്ച് കയറി നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങുക ചെയ്തത്. ഈ പടത്തിൽ കാണുന്നതാണ് സ്നോഡൺ മൗണ്ടൻ റെയിൽവേ. ഈ മൗണ്ടൻ റെയിൽവേയിലാണ്, ഈ ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ ഈ മൗണ്ടൻ്റെ മേളിൽ പോകുന്നത്. ഡീസൽ ട്രെയിനും ഉണ്ട്, സ്റ്റീം ട്രെയിനും ഉണ്ട്. പക്ഷെ നമുക്ക് അതിൽ കയറാൻ പറ്റിയില്ല, കാരണം ടിക്കറ്റ് ഫുൾ ബുക്ക്ഡ് ആയിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഫുൾ ബുക്ക്ഡ് ആയിരുന്നുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ വരുവാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം അതിൻ്റെ മണ്ടയിലേക്ക് ആ ട്രെയിനിൽ പോകാൻ ഒരു രക്ഷയില്ലെന്നാണ് ആൾക്കാർ പറഞ്ഞത്. നമുക്ക് ട്രക്ക് ചെയ്ത് മേളിൽ പോകാം. ഒരുപാട് പേര് ട്രക്ക് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ട്രക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ട്രക്കിംഗ് ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുകളിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി വ്യൂ ആണ്. നല്ല തെളിഞ്ഞ ദിവസമാണെങ്കിൽ നമുക്ക് അതിൻ്റെ മീതെ അയർലൻഡും കാണാമെന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലാൻബറസ് പാസ്, അതായത് ഈ ലേക്ക് റെയിൽവേയുടെയും ഈ മൗണ്ടൻ്റെയും ഇടയിൽ കാണുന്ന ഒരു വഴിയാണ് ലാൻബറസ് പാസ്. ഇതിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ എന്നാ രസമാണെന്നോ. ഈ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു രക്ഷയില്ല. പർവ്വതനിരകളും അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴികളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ പോയി ഞങ്ങൾ മുകളിൽ കുറച്ച് നേരം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിന്നു. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഒരിക്കലും ഈ ലാൻബറസ് തന്നെ ഒരു ദിവസം ഫുള്ള് കാണാനുള്ള അത്രയുണ്ട്. പിന്നെ തിരിച്ച് ഞങ്ങൾ മല ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ബ്രദറിൻ്റെ മോള് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആളെ ഒന്ന് കാണാൻ പോകണമായിരുന്നു, ബാങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പം തന്നെ ഏകദേശം വൈകുന്നേരം ഒരു 5:30 മണിയോളം ആയി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്കാണ് പോയത്. ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തത് booking.com ത്രൂടെയാണ്. booking.comൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് താമസിക്കാം. ഞങ്ങൾ ആ സെയിം ഡേ തന്നെ ആട്ടോ ഞങ്ങളുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തത്. അപ്പം നിങ്ങൾ വെയിൽസ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ലാൻബറസ്.
അത്ര അടിപൊളിയാണ്, ഒരിക്കലും നഷ്ടമാവില്ല അവിടുത്തെ ഒരു വിസിറ്റ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.